അനു നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റിൻ്റെ എല്ലാ സിലബസ് ഫുള്ള് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ബാക്കി നമ്മൾ പാർട്ട് 2 ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഒരുപാട് കണ്ടൻറ്റുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഫസ്റ്റ് ഒരു ബുക്കാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്നുള്ളത് ആരുടെ ബുക്കാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ബുക്കാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്കറിയാം സൈക്കോ അനാലിസിസിൻ്റെ ഫൗണ്ടർ ആണെന്നുള്ള കാര്യം. തിയറി ഓഫ് സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പ്യുവർ സൈക്കോളജി, അതുപോലെ അപ്ലൈഡ് സൈക്കോളജിക്ക് എക്സാമ്പിൾസ് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പ്യുവർ സൈക്കോളജിയാണ്. ന്യൂറോ സൈക്കോളജി ആൾസോ ആൻ എക്സാമ്പിൾ ഫോർ പ്യുവർ സൈക്കോളജി. പിന്നെ വരുന്നത് അപ്ലൈഡ് സൈക്കോളജിക്ക് എക്സാമ്പിളാണ് ക്ലിനിക്കൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി. ഇതൊക്കെ അപ്ലൈഡ് സൈക്കോളജിക്ക് എക്സാമ്പിളാണ്. കേട്ടിട്ട് 2കാർക്കും കേട്ടിട്ട് 3കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് മൈൻഡ്. ഇത് ആരുടെ വേർഡ്സാണ്? കാൻറ്റിൻ്റെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ഫോം ചെയ്തത് ആരാണെന്നുള്ളത്. ആൻസർ വില്യം വൂണ്ടാണ്. ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്നറിയപ്പെടുന്നത് നമ്മളുടെ വില്യം വൂണ്ടാണ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് സൈക്കോളജിയിലൊരു ഓൾഡ് സ്റ്റഡി മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. പിന്നെ ഓർത്ത് വെക്കുക, കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാലും ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇനി കേസ് സ്റ്റഡിയും അതുപോലെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സെൽഫ് അനാലിസിസ് ആണ്, സെൽഫ് ഒബ്സർവേഷൻ ആണ്. അയാളുടെ സ്വയം ബിഹേവിയറിനെ സ്വയം അനലൈസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുന്ന മെത്തേഡ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത് കേസ് സ്റ്റഡി. ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഈസ് ദ കേസ് സ്റ്റഡി ഓർ ക്ലിനിക്കൽ മെത്തേഡ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്സിൽ സെൽഫ് ഒബ്സർവേഷനും കേസ് സ്റ്റഡിയിൽ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ട് വേറൊരാൾ സ്റ്റഡി ചെയ്യുന്നതും. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ലെറ്റ്നർ വിറ്റ്മർ ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് സ്റ്റഡി മെത്തേഡ്? ഓക്കെ, അവിടെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്. ലെറ്റ്നർ എന്നാണ്, ലെറ്റ്നർ വിറ്റ്മർ എന്നാണ് ശരിക്കുള്ളത്. അറിയാതെ ലെറ്റർ എന്ന് എഴുതി പോയതാണ്. ലെറ്റ്നർ വിറ്റ്മർ ഏത് സ്റ്റഡി മെത്തേഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കേസ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേസ് സ്റ്റഡി അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ്. ആൻഡ് വെബർ ഫെസ്നർ ഈസ് റിലേറ്റഡ് വിത്ത്, വെബർ ഫെസ്നർ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് സൈക്കോളജി. സൈക്കോളജിയിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, ആൻസർ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാ? വില്യം വൂണ്ടാണ്. വില്യം വൂണ്ടാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത്, ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? ഗ്രോത്ത് എന്ന് പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതുപോലെ ഡെവലപ്മെൻറ്റ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവും ആണ് ക്വാളിറ്റേറ്റീവും ആണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലേറ്റർ ചൈൽഡ്ഹുഡ് എന്നുള്ളത് എത്ര വയസ്സ് വരെയാണ്? 6 to 12 ഇയേഴ്സ് വരെയാണ്. ഒരാളിൽ എത്ര വരെയാണ് മെച്യൂറേഷൻ എന്ന് പറയുന്നത്? ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന വരെയാണ് മെച്യൂറേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, 5 years old രാധ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ഗ്രൂപ്പ്? ഏത് ഗ്രൂപ്പിലാണ് രാധ ഉൾപ്പെടുന്നത്? 5 വയസ്സായിട്ടുള്ള രാധ ഉൾപ്പെടുന്നത് പ്രീ ഗ്യാങ് ഏജിലാണ്. പ്രീ ഗ്യാങ് ഏജ് എന്ന് പറയുന്നത് 3 to 6 years ഓഫ് ഏജ് വരെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ടോയ് ഏജ് എന്നറിയപ്പെടുന്നത് ഏത് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ് ഉൾപ്പെടുന്നത്? അല്ലേ, നമ്മൾ ടോയ്സ് കൊണ്ടൊക്കെ കളിക്കുന്ന ഒരു ഇത് അല്ലേ, ഏർലി ചൈൽഡ്ഹുഡാണ് ഉത്തരം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് പീരീഡ് ഓഫ് ലേറ്റർ ചൈൽഡ്ഹുഡ്. ലേറ്റർ ചൈൽഡ്ഹുഡിൻ്റെ ലാസ്റ്റ് പീരീഡിനെ പറയുന്ന പേര് ലാറ്റൻസി പീരീഡ് എന്നാണ്. അഡോളസിയർ ഈസ് എ ഡാഷ് ടേം അല്ലേ. അഡോളസിയർ എന്ന് പറയുന്നത് എന്ത് ടേമാണ്? ലാറ്റിൻ ആണോ ഗ്രീക്ക് ആണോ ഫ്രഞ്ച് ആണോ? എന്ത് ടേമാണ്? ലാറ്റിൻ ടേമാണ് അഡോളസിയർ എന്നുള്ളത്. നമുക്കറിയാം അഡോളസിയർ അല്ലേ, അഡോളസിയർ എന്നുള്ള വാക്കിൽ നിന്നാണ് അഡോളസെൻസ് എന്നുള്ള വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് ലാറ്റിൻ ടേം എന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഈസ് റിലേറ്റഡ് ടു. ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു? റോബർട്ട് ഹാവിഗസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. പിന്നെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്നുള്ള ടേം കോയിൻ ചെയ്തത് റോബർട്ട് ഹാവിഗസ്റ്റ് ആണ്. ഹു പോയിൻറ്റഡ് ദ ടേം ഡെവലപ്മെൻറ്റൽ ടാസ്ക്? റോബർട്ട് ഹാവിഗസ്റ്റ്.
അടുത്തൊരു ക്വസ്റ്റ്യൻ, അഡോളസൻസ് ഈസ് ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞതാരാണ്? ഉത്തരം സ്റ്റാൻലി ഹള്ളാണ്. അടുത്തത് ജെനറ്റിക് എപ്പിസ്റ്റമോളജി. ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളേജിൻ്റെ ഒറിജിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ജെനറ്റിക് എപ്പിസ്റ്റമോളജി. ജെനറ്റിക് എപ്പിസ്റ്റമോളജി ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു? പിയാഷെയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. ഇതിൻ്റെ പല സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് എന്തിലൂടെയാണ്? എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ, അല്ലെ? അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ. അപ്പോൾ ജെനറ്റിക് എപ്പിസ്റ്റമോളജി പിയാഷെയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒബ്ജക്റ്റ് പെർമനൻസ് ഏത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ഒരു ചൈൽഡിന് ടച്ചിലൂടെയും അതുപോലെ ഫീൽ ചെയ്തുകൊണ്ടും ഒരു ഒബ്ജക്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവല്ലോ, അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. അത് ഏത് സ്റ്റേജിലാണ്? സെൻസറി മോട്ടോ സ്റ്റേജിലാണ്. സെൻസറി മോട്ടോ സ്റ്റേജിലല്ലേ സെൻസ് ചെയ്തിട്ടും ഫീൽ ചെയ്തിട്ടൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ഹൂ കാൾഡ് ചൈൽഡ് ആസ് ലിറ്റിൽ സയൻറ്റിസ്റ്റ്, അല്ലെ? കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് വിളിച്ചത് ആരാ? ഉത്തരം ജീൻ പിയാഷെയുമാണ്. അടുത്തത് ബ്രൂണറിൻ്റെയും കോൾബർഗിൻ്റെയും പിയാഷെയുടെയൊക്കെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകൾ 3 മാറിപ്പോകുന്നതാണ്. അപ്പോൾ അതങ്ങനെ ഒറ്റ പേജിലാക്കി കൊടുത്തതാണ് നമ്മൾ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് സ്പീഡിലൊന്ന് നോക്കാം. ബ്രൂണറിൻ്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഏതൊക്കെ 3 സ്റ്റേജ്? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. അതിന് നമ്മൾ EIS എന്നുള്ള കോഡ് ഉപയോഗിച്ച് പഠിച്ചാൽ മതി. EIS ബ്രൂണറിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്, E ഇനാക്റ്റീവ്, I ഐക്കോണിക്, S സിംബോളിക്. അടുത്തത് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകൾ പ്രീ കൺവെൻഷനൽ, കൺവെൻഷനൽ, പോസ്റ്റ് കൺവെൻഷനലാണ്. അടുത്തത് പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്തത് ഫാദർ ഓഫ് ഡിസ്കവറി ലേണിംഗ്. ഡിസ്കവറി ലേണിങ്ങിൻ്റെ ഫാദർ ആരാ? കണ്ടെത്തൽ പഠനം, അല്ലെ? ബ്രൂണറാണ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആരുടെയാ? ബ്രൂണറിൻ്റെ. സ്പൈറൽ കരിക്കുലം ബ്രൂണർ, അല്ലേ? അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ ചോദിച്ചാൽ ഉത്തരം ബ്രൂണറാണ്. സ്പൈറൽ കരിക്കുലം, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഫാദർ ഓഫ് ഡിസ്കവറി ലേണിംഗ്. ഇനി ബ്രൂണറിൻ്റെ ബുക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ അത് ബ്രൂണറിൻ്റെ ബുക്കാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു പിയാഷെ സീരിയേഷൻ, റിവേഴ്സിബിലിറ്റി, ട്രാൻസിറ്റിവിറ്റി ഡെവലപ്ഡ് ഇൻ വിച്ച് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്? സീരിയേഷൻ, റിവേഴ്സിബിലിറ്റി, നമുക്ക് ഒരു കുട്ടിക്ക് റിവേഴ്സിബിളായിട്ടുള്ള ചിന്തിക്കാനുള്ള കഴിവ്, അല്ലേ? അപ്പോൾ ഓരോ കാര്യങ്ങളെയും ഓർഡറാക്കി സീരിയേഷൻ, അല്ലേ? അപ്പോൾ അതൊക്കെ ഇന്ന് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരിക. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 ഇയേഴ്സ് ഓഫ് ഏജ് വരെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ് ടു സ്റ്റഡി ദ ചൈൽഡ്, അല്ലെ? ഒരു കുട്ടി പഠിക്കുന്ന ഫസ്റ്റ് അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ് എന്താ? ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ് ആണ്. അടുത്തത് അക്കോർഡിംഗ് ടു ബ്രിഡ്ജസ് ചാർട്ട് ജോയ് ഈസ് ഇൻ ഡാഷ് ഏജ്, അല്ലേ? ജോയ് എന്ന് പറയുന്നത് ഏത് ഏജിലാണ് വരിക? അല്ലേ? ജോയ് എന്ന് പറയുന്നത് 2 years ഓൾഡ് ആയിട്ടുള്ള കുട്ടിയിലാണ് ഉണ്ടാവുക, അല്ലേ? 24 months ആവുമ്പോൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം കുട്ടികളിൽ ജലസി രൂപപ്പെടുന്ന പ്രായം ഏതാണ്? 1.5 വയസ്സാവുമ്പോഴാണ് കുട്ടികളിൽ ജലസി രൂപപ്പെടുന്ന പ്രായം. 1.5 എന്ന് പറയുമ്പോൾ, അല്ലേ, 18 മാസമാണ്. അടുത്തത് സ്കൂൾ സ്റ്റേജ് എന്നറിയപ്പെടുന്നത് ഏത് സ്റ്റേജാണ്? ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, അല്ലെ? ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റിയാണ് സ്കൂൾ സ്റ്റേജ്. സ്കൂൾ സ്റ്റേജിൻ്റെ ഏജ് എത്രയാണ്? 6 to 12 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. അടുത്തത് വിക്കാരിയസ് ലേണിംഗ് തിയറിയുടെ മറ്റൊരു പേര് എന്താണ്? സോഷ്യൽ ലേണിംഗ് തിയറി, അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ മറ്റൊരു പേര് വിക്കാരിയസ് ലേണിംഗ് തിയറി, അല്ലേ? ആൽബർട്ട് ബന്ദൂരൻ്റെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി, അല്ലേ? ആൽബർട്ട് ബന്ദൂര സോഷ്യൽ ലേണിംഗ് തിയറി എന്നാണ് പറയുക. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി ആരുടെയാണ്? എറിക് എറിക്സൻ്റെ തിയറിയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അടുത്തത് ആൽബർട്ട് ബന്ദൂരൻ്റെ എഡ്യൂക്കേഷണൽ തിയറിയുടെ കറക്റ്റ് സ്റ്റെപ്പുകൾ എഴുതാനുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിന് കറക്റ്റ് ഓർഡർ എങ്ങനെയാണ് വരിക? അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ, പിന്നെ മോട്ടിവേഷൻ. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ ARRM എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 2 ഭാഗം നമ്മൾ അടുത്തതായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.
ഇതിലും കൂടെ എല്ലാതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.